രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വെളുപ്പിന് 4 മണിക്ക് തന്നെ ശ്രാവണിയുടെ ഫോൺ റിങ് ചെയ്തു. ഉറക്കത്തിന്റെ ലഹരിയിൽ അവൾ അത് എടുത്തു നോക്കി. ഹരിയേട്ടനാണ്. ഇയാൾക്കിത് എന്തിന്റെ കേടാ? ഞാനിപ്പോ കൊച്ചുകുട്ടിയാണോ എപ്പോഴും വിളിച്ചുണർത്തി പഠിപ്പിക്കാൻ? അവൾക്കപ്പോൾ അവന്റെ ഫോൺ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എങ്കിലും അവൾ അറ്റൻഡ് ചെയ്ത് ചെരിഞ്ഞെടുക്കുകയായിരുന്നു. അവളുടെ കവിളിൽ ചേർത്ത് ചെവിക്ക് വെച്ച്. ഗുഡ് മോർണിംഗ് ശ്രാവണ. ഗുഡ് മോർണിംഗ് ഹരിയേട്ടാ. ഉറക്കത്തിന്റെ കാരണത്തിൽ അവളുടെ നാവ് കുഴഞ്ഞു പോയിരുന്നു. എണീറ്റോ വേഗം പോയിരുന്നു പഠിക്ക്. ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഉറക്കച്ചടവോട് അവൾ പറഞ്ഞു. എപ്പോ? 4:10. ഇപ്പൊ 4 മണി ആയേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കൂടി ഞാൻ ഉറങ്ങുമായിരുന്നില്ലേ? നിങ്ങൾ നാശിപ്പിച്ചു. അങ്ങനെ ഇപ്പൊ 10 മിനിറ്റ് ഉറങ്ങണ്ട. നിന്റെ അലാറത്തിന്റെ കാര്യമൊക്കെ എനിക്കറിയാം. അതടിക്കുമ്പോൾ കൈ നീട്ടിയെടുത്ത് ഓഫ് ചെയ്ത് വീണ്ടും കിടന്നുറങ്ങാനല്ലേ? അതേതായാലും നടക്കില്ല മോളെ. നീ വേഗം ചെന്ന് ഫ്രഷായി പഠിക്കാൻ നോക്ക്. പ്ലീസ് ഹരിയേട്ടാ, ഒരു 10 മിനിറ്റ് കൂടി കിടന്നുറങ്ങിക്കോട്ടെ. വേണ്ടെന്നല്ലേ പറഞ്ഞ് അവന്റെ സ്വരം കടുത്തു. ഹരി ദേഷ്യപ്പെട്ടാൽ പിന്നെ അവൾക്ക് ഉറങ്ങാനാവില്ല. അവൾ എഴുന്നേറ്റ് ഫ്രഷ് റൂമിൽ പോയി വന്നു സ്റ്റഡി ടേബിളിൽ കയറിയിരുന്നു. അവൾ ടേബിൾ ലാമ്പ് തെളിയിച്ചു. ഇപ്പൊ വിളിക്കും കാലമാണ് വീണ്ടും. അപ്പോഴേക്ക് ഹരിയുടെ വീഡിയോ കോൾ വന്നു. ഇനിയും നേരെ മുമ്പിൽ വെച്ച് എൻ്റെ മോൾ പഠിക്കാൻ തുടങ്ങിയേ. പഠിക്കുക. എന്നാ വേഗാവട്ടെ, അല്ലെങ്കിൽ നീ അവിടെ തന്നെ കിടന്നുറങ്ങുന്ന എനിക്കറിയാം. അവൾ ഹരി വീഡിയോ കോളിലുള്ള ഫോൺ നേരെ വെച്ച് പുസ്തകം എടുത്ത് വിടർത്തി വായിക്കാൻ തുടങ്ങി. ഹരിയേട്ടൻ പറഞ്ഞാൽ പിന്നെ അവൾക്ക് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല. ആ കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അയാൾ. ഏവർക്കും പ്രിയങ്കരനായ കേരളത്തിലെ പ്രശസ്ത നാടകകലാകാരനായ രഘുനാഥ് കുപ്ലേരിയാണ് ശ്രാവണിയുടെ അച്ഛൻ. ഇപ്പോൾ നട്ടലിൽ രോഗം ബാധിച്ച് കിടപ്പിലാണ്. രഘുനാഥിന്റെ സഹോദരി ശാരദ ടീച്ചറിന്റെ മകനാണ് ഹരിപ്രസാദ് എന്ന ഹരി. ശ്രാവണയും പിന്നെ അവളുടെ സഹോദരി വൈശാഖിയും അമ്മ കല്യാണിയും അടങ്ങുന്ന ആ കുടുംബം പുലരേണ്ടത് അവശ്യ കലാകാരന്മാർക്കുള്ള അച്ഛന്റെ പെൻഷൻ തുക കൊണ്ടാണ്. പലപ്പോഴും തികയാതെ വരുമ്പോൾ ശാരദ അപ്പച്ചിയുടെ മകൻ ഹരിയേട്ട് നൽകുന്ന സഹായവും കരുതലും ആ കുടുംബത്തിന് തെല്ലൊന്നുമല്ല ആശ്രയമായിട്ടുള്ളത്. ശ്രാവണിയുടെ അപ്പച്ചിയുടെ മകൻ ഹരി അവൾക്ക് മുറച്ചെറുക്കാനാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരല്പം സ്വാതന്ത്ര്യം ഹരി എടുക്കാറുണ്ട്. അങ്ങനെയാണ് വഴക്കും പരാതിയൊക്കെ പറഞ്ഞ് ശ്രാവണി അവനൊരു നല്ല കുട്ടിയായി ഒരു ജോലി കയറും വരെ കരുതലോടെ സ്നേഹത്തോടെ പഠിപ്പിക്കുന്നത്. ഈ ഹരിക്ക് സ്വന്തമായിട്ട് തൊഴിലൊന്നുമില്ല. എങ്കിലും പ്രൊഫഷണൽ നാടകത്തിനും മറ്റും പോകും. പാട്ട് പാടാനുള്ള കഴിവുമുണ്ട്. ചിലപ്പോൾ ഗാനമേളക്കും പോയി പാടും. അച്ഛൻ നാടകകലാകാരനായതുകൊണ്ട് തന്നെ കലയുടെ പാരമ്പര്യം ആ കുടുംബത്തിലുണ്ട്. ശ്രാവണിക്ക് ആക്ടിംഗ് ആണ് താല്പര്യം. സിനിമ ഓഡിയേഷനുകളിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാറുണ്ട്. ശ്രാവണയുടെ അനിയത്തി വൈശാഖി മിടുക്കിയാണ്. അവളിൽ നല്ലൊരു പാട്ടുകാരി ഒളിഞ്ഞിരിപ്പുണ്ട്. അവൾക്ക് സംഗീത പഠനത്തിന് വേണ്ടി ഹരി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ശ്രാവണയുടെ സിനിമാ മോഹം പൂവണിയെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് ഹരി ശ്രാവണയുടെ ഓരോ ക്ലാസ്സുകളിലും എക്സാം വരുമ്പോൾ വളരെ ശ്രദ്ധിച്ച് എഴുന്നേൽപ്പിച്ച് പഠിപ്പിച്ച് ഓരോ ക്ലാസ്സുകളിലും വിജയം നേടാൻ അവളെ സഹായിക്കുന്നു. പഠിച്ചിട്ടൊരു ജോലിയെങ്കിലും അവൾക്ക് തരപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഇപ്പോൾ MSc വരെ അവൾ എത്തി നിൽക്കുന്നു. ഒരുപാട് PSC ടെസ്റ്റുകൾ അവൾ എഴുതി. ഹരിയുടെ സഹായത്തോടു കൂടി പല പരീക്ഷാ കേന്ദ്രങ്ങളിലും പോയിട്ട് വൈശാഖിക്ക് പാടാനുള്ള കഴിവ് തെളിഞ്ഞു വന്നപ്പോൾ ഹരി പോകുന്ന ഗാനമേള ട്രൂപ്പുകളിൽ 1-2 പാട്ട് പഠിപ്പിച്ചു. ഗംഭീര സ്വീകരണമായിരുന്നു അവൾക്ക്. അവളിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. കൂടുതൽ അധ്വാനിച്ചുകൊണ്ട് തന്നെ ശ്രാവണ MSc നല്ല മാർക്കോടെ പാസ്സായി. അതിനുശേഷം അവളൊരു കോളേജ് ലെക്ചറുടെ ഒഴിവിലേക്ക് PSC എഴുതി. ഇനി ടെസ്റ്റിൽ നിനക്ക് മെസ്സി മാർക്ക് കിട്ടും ശ്രാവണ, എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അല്ലല്ല, ഞാൻ കാണുന്നു നീ ഒരു പ്രൊഫസറായി ഉടുത്തൊരിയും കോളേജിലേക്ക് പോകുന്നു. ആണോ? ഏത് കളർ സാരിയാ? കളിയാകണ്ട, ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഹരി തന്റെ മനസ്സിൽ ശ്രാവണ ധരിച്ചു പോകുന്ന സാരിയുടെ കളർ സങ്കല്പിച്ചു. ഗ്രീൻ സാരി, അതോ നിനക്ക് മാച്ച്? അതെന്താ, ഞാൻ ചുരിദാർ ജീൻസ് ഇട്ടിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പോയാ? അയ്യോ, അത് വേണ്ട മോളെ. ബോർഡിലൊക്കെ എഴുതാൻ തിരിഞ്ഞും ചെരിഞ്ഞും എന്നാലൊക്കെ സീനാ. എന്ത് സീന്? ഞാൻ പറയണോ? അയ്യോ വേണ്ടായേ. അത് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് ശ്രാവണ പൊട്ടിച്ചിരിച്ചു. കൂടെ ഹരിയുടെ സ്വപ്നം ഫലിച്ചു എന്ന് തന്നെ പറയാം. അന്ന് എഴുതിയ PSC ടെസ്റ്റിന് റിസൾട്ട് വന്നു. ശ്രാവണിക്ക് ആദ്യത്തെ 50 റാങ്കിൽ കയറിപ്പറ്റാനായി. കേരളത്തിൽ അങ്ങിന്ന് ഇങ്ങോളമുള്ള സർക്കാർ കോളേജുകളിൽ 200ഓളം ഒഴിവുകളുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് ശേഷമുള്ള PSCയിലൂടെ കോളേജ് ലെക്ചറായുള്ള നിയമനമാണ്. ശ്രാവണിക്ക് ഇന്റർവ്യൂ കാർഡ് വന്നു. ഹരിയേട്ടൻ്റെ കൂടെ ഇന്റർവ്യൂവിന് പോകാൻ അവൾക്ക് ഉത്സാഹമായിരുന്നു. ഇന്റർവ്യൂവും പ്രാക്ടിക്കൽ ടെസ്റ്റും അന്ന് തന്നെ നടന്നു. ഈശ്വര, അടുത്തന്നെയുള്ള കോളേജ് ലഭിക്കണേ. ഇന്റർവ്യൂവിന് പോയി വരുമ്പോൾ അവൾ ഹരിയേട്ടനെ നോക്കി പറഞ്ഞു. നീ പേടിക്കണ്ടടി, ഈ ജില്ലയിൽ തന്നെ ലഭിക്കും, നോയിക്കോ. ഹരിയുടെ ആ പ്രവചനവും ഫലിച്ചു. അവരുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ കോളേജിൽ അവൾക്ക് നിയമനം ലഭിച്ചു. നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവ പരിപാടികളായ തിരുവാതിരക്കും കൈകൊട്ടിക്കളി താലപ്പൊലി തുടങ്ങിയവയ്ക്കും സാരി ഉടുത്ത നല്ല പരിചയമുണ്ട് ശ്രാവണിക്ക്. എങ്കിലും അനിയത്തി വൈശാഖി അമ്മയും ചേർന്ന് ഉടുപ്പിച്ച ആ സാരിയിൽ അവളേറെ ഭംഗിയുള്ളതായി തോന്നി. ചേച്ചിയെ സാരി ഉടുത്തൊരുക്കിയപ്പോൾ വൈശാഖി പറഞ്ഞു. ചേച്ചി, ഹരിയേട്ടൻ്റെ സെലക്ഷൻ കൊള്ളാം. അല്ലെങ്കിൽ എനിക്ക് പച്ച കളറാണ് ഇഷ്ടം. ശ്രാവണ തനിക്ക് ഈ സെലക്ഷനിൽ പങ്കുണ്ടെന്ന് കാണിച്ച് പറഞ്ഞു. ഹരി വാങ്ങിച്ചു കൊടുത്ത ഗ്രീൻ കളർ സാരി എടുത്ത് അവളന്ന് കോളേജിൽ പോയി ആ ജോലിയിൽ ജോയിൻ ചെയ്തു. മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിച്ചപ്പോൾ ശ്രാവണിക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൾ കുറെ കൂടി പുഷ്ടിപ്പെട്ടു. സ്വതവേ സുന്ദരിയായവളുടെ ആകാരയുടെയും മുഖഭംഗിയും കുറെ കൂടി വർദ്ധിച്ചു.
കുട്ടികൾക്കും ശ്രാവൺ ടീച്ചറുടെ ക്ലാസ് വളരെ രസകരമായി തോന്നി. ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ വയ്യാതിരിക്കുന്ന അച്ഛനുള്ള മരുന്നും പിന്നെ അമ്മയ്ക്കും സഹോദരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ഹരിയേട്ടന് ഒരു ജോഡി മുണ്ടും ഷർട്ടും അവൾ എടുത്തു നൽകി. ശനിയും ഞായറും അവൾ ഹരിയുടെ കൂടെ പുറത്തെ കാഴ്ചകൾ കണ്ട് ബൈക്കിൽ കറങ്ങി. തൻ്റെ ക്ലാസ്സിലെ 1-2 ആൺകുട്ടികളെ പാർക്കിലും ബീച്ചിലും ഒക്കെ അവൾ കണ്ടു. മാഡത്തിനെ കണ്ടപ്പോൾ അവരൊന്ന് വിഷ് ചെയ്തു. ഹായ് മാഡം, ഗുഡ് ഈവനിങ്. അവരുടെ അഭിസംബോധന അവൾ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, ലീവുള്ള ദിവസമൊക്കെ കറക്കാണോ? ഇല്ല മാഡം, ഒരാളെ കാണാമെന്നാ. ഓക്കെ, പ്രൊസീഡ്. മിണ്ടില്ലെങ്കിൽ ശരിയല്ലല്ലോ. ചെറുതായി ഒന്ന് സംസാരിച്ച ശേഷം അവരെ ഒഴിവാക്കി. അന്ന് ഹരിയോടൊപ്പം അവൾ നേരെ വൈകോളം സമയം ചെലവഴിച്ചു. ഇരുവരും കടൽക്കരയിൽ നിന്ന് അസ്തമയവും കണ്ടു. പോവല്ലേ, നേരെ ഇരുട്ടി തുടങ്ങി. ഹരി പറഞ്ഞു. ഇരുട്ടിയാലെന്താ, ഇത്രയും നാൾ ഞാൻ വെളിച്ചത്തിലാണല്ലോ ഹരിയേട്ടൻ്റെ കൂടെ ഉണ്ടായത്. ആഗ്രഹിച്ച ജോലി ലഭിച്ചു. ഇനി ഹരിയേട്ടനടുത്തുള്ള ഒരു കുടുംബജീവിതം, അതാ ബാക്കിയുള്ളത്. അതും പറഞ്ഞ് ആൾ അവൻ്റെ നെഞ്ചിൽ തലയായിച്ചു. ഹരി ഇരുകൈകളാലും തന്നോട് ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് കോളേജിൽ BSc സസ്യശാസ്ത്ര വിഭാഗത്തിൽ ഒഴിവിലേക്ക് ഒരു പ്രൊഫസർ കടന്നു വന്നപ്പോൾ തന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അവളുടെ കുട്ടിക്കാലം മുതലുള്ള ഒരു ക്ലാസ്മേറ്റ് സന്ദീപായിരുന്നത്. അയ്യോ ശ്രാവണ, നീ ഉണ്ടായിരുന്നു ഇവിടെ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. ഞാനിവിടെ ഒരു മാസമായി ജോയിൻ ചെയ്തിട്ട്. ശ്രാവണ പഠിച്ചത് സുവോളജി ആണല്ലേ? അതെ സന്ദീപ്, ഞാനിവിടെ BSc ജന്തുശാസ്ത്ര വിഭാഗത്തിലെ ക്ലാസ് എടുക്കുന്നത്. കുട്ടികളൊക്കെ എങ്ങനെ, വയലൻ്റ് ആണോ? സന്ദീപ് ജിജ്ഞാസയോട് ചോദിച്ചു. ജന്തുശാസ്ത്രം പഠിച്ചതുകൊണ്ട് എനിക്ക് വലിയ ടഫായി തോന്നിയില്ല. സന്ദീപ് പൂവിനെയും സസ്യങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ട് കുട്ടികളുടെ പെരുമാറ്റത്തെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കുഴപ്പക്കാരാവില്ലെന്നാണ് തോന്നുന്നത്. കാരണം ആ ക്ലാസ്സിൽ വരുന്ന കുട്ടികളും സസ്യശാസ്ത്രം പഠിക്കുന്നവരാ. അപ്പം എന്നെ പോലെ പാവം മനസ്സായിരിക്കുമല്ലേ? കണ്ടറിയണം. ശ്രാവണ അത് പറഞ്ഞ് ചിരിച്ചു. അതുകൊണ്ട് സന്ദീപും പൊട്ടിച്ചിരിച്ചു പോയി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. നാടകവും ഗാനമേളയുമായ ഹരിയും തിരക്കുകളിൽ മുഴുകിക്കൊണ്ടിരുന്നു. ഇതിനിടെ സന്ധ്യയുമായുള്ള ശ്രാവണയുടെ സൗഹൃദം കുറെ കൂടി ദൃഢമായിക്കൊണ്ടിരുന്നു. ഹരിക്ക് തിരക്കുള്ള ചില ശനി ഞായർ ദിവസങ്ങളിൽ സന്ദീപന്റെ ക്ഷണം സ്വീകരിച്ച് ശ്രാവണ അവനുമായി സമയം ചെലവഴിച്ച് പലയിടങ്ങളിലും സഞ്ചരിച്ചു. ഇന്ന് തന്റെ സ്റ്റാറ്റസിന് ചേരുന്ന സന്ദീപിന്റെ സൗഹൃദമാണ്. ജീൻസും ഇൻസേർട്ട് ചെയ്ത ഷർട്ടും ഇട്ട് അവന്റെ കൂടെ നിൽക്കുമ്പോഴുള്ള സെൽഫികളിലൊക്കെ അവൾ മനോഹരിയായി കാണപ്പെട്ടു. ഹരിയേട്ടന്റെ മുണ്ടും ഷർട്ടുമുള്ള ഫോട്ടോകളെ അവൾ ക്രമേണ വെറുത്തു തുടങ്ങി. ഒരു രാജ്യാന്തര നാടക കലോത്സവവുമായി ബന്ധപ്പെട്ട് ഹരിക്ക് ഉത്തരാഖണ്ഡിൽ 1-2 മാസം നിൽക്കേണ്ടതായി വന്നു. ആ സമയത്തുള്ള ഹരിയുടെ ദൂരയാത്രയും തിരക്കുമൂലം ഫോണിൽ കൂടിയുള്ള കോണ്ടാക്റ്റില്ലായ്മയും ശ്രാവണിക്ക് സന്ധ്യയുമായി കൂടുതൽ എഴുകിച്ചേരാൻ കുറെ കൂടി നല്ല അവസരങ്ങൾ ലഭിച്ചതായി തോന്നി. ശരിക്കും ഹരിയുടെ അകൽച്ച അവൾ ആസ്വദിച്ചു തുടങ്ങി. കുഞ്ഞുനാൾ തൊട്ട് അവൻ സ്നേഹം മൂലം ഏർപ്പെടുത്തിയ ഒരു പാരാതന്ത്രം അവളെ തീർത്തും മാനസികമായ ഒരു തടവറിൽ ഇട്ടിരിക്കുകയായിരുന്നു എന്ന ബോധം അവളിൽ ഉടലെടുത്തു. അതാണിപ്പോൾ അല്ല അവൾ തകർത്തത്. ഇപ്പോൾ അവൾ സ്വതന്ത്രമായ ഒരു ഫ്രീ ബേഡായി. ഹരിയേട്ടൻ തന്റെ കാലുകളെ ബന്ധിപ്പിച്ചിരിക്കുകയായിരുന്നു. പറന്നുയരേണ്ട ചെറുകളെ പഠിപ്പിന്റെ പേരിൽ കൂശുലങ്ങിട്ട് നിർത്തിയതായിരുന്നു. താൻ കഴിവുള്ള കുട്ടി തന്നെയായിരുന്നു. ഹരിയേട്ടൻ പറഞ്ഞില്ലെങ്കിലും താൻ പഠിക്കുമായിരുന്നു. തന്റെ വിജയത്തിന്റെ പിന്നിൽ ഹരിയേട്ടനൊരു പങ്കുമില്ല. നേരത്തെ എണീറ്റ് പഠിക്കുന്ന ദിവസങ്ങളിലൊക്കെ തനിക്കൊന്നും പഠിക്കാൻ സാധിച്ചിട്ടില്ല. സത്യത്തിൽ ചുമ്മാ തന്നെ കുറെ കൂടി ശാരീരികമായി തളർച്ചയിലേക്ക് കൂടിക്കൊണ്ടുപോകാൻ മാത്രമേ അത് ഉപകരിച്ചിട്ടുള്ളൂ. ശ്രാവണ ഇതെന്താ ആലോചിക്കുന്നു? ഇത് കഴിച്ചു നോക്ക്. പാർക്കിലെ ബെഞ്ചിലിരിക്കവേ കടന്നു വന്ന ഹരിയേട്ടനെ അവളുടെ ചിന്തകളെ ഭേദിച്ചുകൊണ്ട് സന്ദീപ് കൊണ്ടുകൊടുത്ത ഐസ്ക്രീം വാങ്ങി നുണഞ്ഞപ്പോൾ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിൽ വ്യത്യസ്തതയുടെയും വൈജാത്യത്തിന്റെയും അഭിരുചികൾക്ക് മനുഷ്യന്റെ ജീവിതത്തിൽ ഒട്ടേറെ പ്രാധാന്യമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളുടെ മനസ്സിൽ നിന്നും തീർത്തു ഹരിയെ ഒഴിവാക്കാനുള്ള വഴി ആലോചിക്കുകയായിരുന്നു. അപ്പോൾ തനിക്ക് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വെട്ടിപ്പിടിക്കണം. തന്നോടൊപ്പം പറഞ്ഞു വരുന്ന അതേ സ്വഭാവമുള്ള ആളെ വേണം പങ്കാളിയായി തിരഞ്ഞെടുക്കാൻ. സന്ദീപ് എന്തുകൊണ്ട് അതിന് യോഗ്യനാണ്? സഹതാപത്തിന്റെ പേരിലുള്ള സ്നേഹമല്ല. സന്ദീപ് തനിക്ക് ക്ലാസ്മേറ്റ് ആയിരിക്കുമ്പോൾ അന്ന് തനിക്ക് വെച്ച് നീട്ടിയത് തന്നെ അവൻ പ്രണയിക്കുകയായിരുന്നു. ഹരിയേട്ടന്റെ സാമീപ്യത്തിൽ നിന്ന് തനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നേ ഉള്ളൂ. മുക്കാചക്രത്തിന് സാമൂഹ്യ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഹരിയേട്ടനോടത്തുള്ള ജീവിതം തുടരാൻ തനിക്ക് സാധ്യമല്ല. തന്റെ സ്റ്റാറ്റസ് ഉയർന്നിരിക്കുകയാണ്. അതിനൊത്ത പങ്കാളി വേണം തനിക്ക്. സന്ദീപിനെ വിവാഹം കഴിക്കാനോ ഹരിയേട്ടനെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കാനുള്ള വഴികളെന്ന് അവൾ കണ്ടുപിടിച്ചു. അന്ന് രാത്രി ഉത്തരാഖണ്ഡിൽ നാടകപ്പന്തലിൽ ഹരി വളരെ തിരക്കുള്ള സമയത്ത് അവൾ കുറെ കോൾ മിസ് കോളാക്കി. അതിന്റെ കൗണ്ട് വർദ്ധിപ്പിച്ചു. 15 മിനിറ്റ് കൊണ്ട് 100ഓളം മിസ് കോളുകൾ അവൾ ചെയ്തു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. സന്ദീപ് വിളിച്ചപ്പോൾ അവൾ അവന്റെ കൂടെ ചെന്ന് പലയിടങ്ങളിലും കറങ്ങി. കുറെ നാളായി സന്ദീപ് അവന്റെ വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കുന്നു. ഈ പ്രാവശ്യം അവൾ അവന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോയി. സത്യം പറഞ്ഞാൽ അതൊരു ഫ്ലാറ്റായിരുന്നു. അവിടെ അവൻ തനിച്ചാണ് താമസിക്കുന്നത്. ഹരിയേട്ടനെ തന്റെ ജീവിതത്തിൽ നിന്ന് അകറ്റണമെങ്കിൽ കഠിനമായ പ്രയത്നം തന്നെ വേണ്ടിവരും. അമ്മ സമ്മതിക്കില്ല, പിന്നെ അച്ഛനും. അനിയത്തി വൈശാഖിയാണെങ്കിൽ ഒട്ടും സമ്മതിക്കില്ല. അതിനായി അവൾ ഒരു വഴി കണ്ടെത്തി. സന്ദീപിന് എല്ലാം നൽകുക, അതുവഴി ഗർഭിണിയാവുക. അങ്ങനെയെങ്കിൽ മാത്രമേ ഹരിയേട്ടൻ ഈ ശ്രാവണയെ ഉപേക്ഷിക്കൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അമ്മയും വൈശാഖിയും നിർബന്ധിതരാവുകയുള്ളൂ. ഈ സന്ദീപിനെ തന്നെ വിവാഹം കഴിക്കാൻ അവരിങ്ങോട്ട് തന്നെ പ്രേരിപ്പിക്കുകയുള്ളൂ. അതെ, അവളുടെ മുന്നിൽ വേറെ വഴിയില്ല. ആ ഫ്ലാറ്റിന്റെ ശീതളിമയിൽ നനുത്ത പട്ടുമെത്തിലൊട്ടി തന്റെ കന്യകാത്വം സന്ദീപിനെ അവൾ പണയം വെച്ചു. താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം നേടിയെടുക്കാൻ ഒരു ആത്മത്യാഗം. അതെ, അവൾ പൂർണ്ണ മനസ്സോടെ അവളുടെ വിലപ്പെട്ടതെല്ലാം അവനെ സമർപ്പിച്ചു.
ഓർക്കാപ്പുറത്തിൽ ഓട്ടയടിച്ച അനുഭവമായിരുന്നു സന്ദീപിന്. എല്ലാം കഴിഞ്ഞ് മാധുര്യമൂർന്ന പുഞ്ചിരിയോടെ കിടക്കവേ അവൻ അവളോട് പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ശ്രാവണ, നീ എന്റെ സ്നേഹം തിരിച്ചറിയുന്നു. എനിവേ താങ്ക്സ്. എനിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇഷ്ടപ്പെട്ട ജീവിതം തന്നതിന് നന്ദിയുണ്ട്. മാസം 1 കഴിഞ്ഞു. ഹരി ഇപ്പോഴും ഉത്തരാഖണ്ഡിൽ തന്നെ. ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രാവണ എഴുന്നേറ്റ് ഛർദ്ദിക്കാൻ പോയപ്പോൾ അമ്മയും വൈശാഖി ഒരുപോലെ ചോദിച്ചു, എന്തു പറ്റി മോളെ? അവളെല്ലാം തുറന്നു പറഞ്ഞു. തനിക്ക് കോളേജിലെ സഹപ്രവർത്തകൻ സന്ദീപിന് ഇഷ്ടമാണെന്നും താൻ അയാളിൽ നിന്ന് ഇപ്പോൾ ഗർഭം ധരിച്ചിരിക്കുകയാണെന്നും അയാളെ മാത്രമേ കല്യാണം കഴിക്കുകയുള്ളൂ എന്നും. ഒരിക്കലും ശ്രാവണിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് അവർ പ്രതീക്ഷിച്ചില്ല. അവളുടെ ജീവിതത്തിൽ ഇതുപോലെ ടെസ്റ്റ് അമ്മയും സഹോദരിയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ അരിയേട്ടൻ? വൈശാഖിയിൽ നിന്നും അങ്ങനെ ഒരു ശബ്ദമാണ് പുറത്തു വന്നത്. എന്ത് അരിയേട്ടൻ വൈശാഖി? അപ്പൊ നമ്മൾ ഇക്കണ്ട കാലത്തിനെയും സഹായിച്ചും ചേച്ചിയെ കണ്ണിയുണ്ണിയെ പോലെ നോക്കി പഠിപ്പിച്ചും വളർത്തിയതും എന്നിട്ട് ജോലി കിട്ടിപ്പിച്ചൊക്കെ മറന്നോ? അതല്ലെങ്കിൽ എനിക്ക് കിട്ടുമായിരുന്നു. പഠിപ്പുള്ള കുട്ടിയായിരുന്നില്ല ഞാൻ. അരിയേട്ടൻ എപ്പോഴെങ്കിലും പറഞ്ഞു എന്നെ കല്യാണം കഴിക്കുന്നത്? ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അതുവഴി നമ്മൾ കുറേ സ്നേഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിട്ടുണ്ടാവും. അത്രമാത്രം. നീ സ്നേഹിച്ചില്ല അരിയേട്ടനെ? അമ്മ സ്നേഹിച്ചില്ല അരിയേട്ടനെ? നിങ്ങൾ രണ്ടുപേരെയും ഹരിയേട്ടൻ അതേപോലെ സ്നേഹിച്ചില്ലേ? അതേപോലെ സ്നേഹം ഞാനും ഹരിയേട്ടനെ സ്നേഹിച്ചിട്ടുള്ളൂ. അത് മാത്രമേ അയാൾ എനിക്കും തന്നുള്ളൂ. അല്ല മോളെ, അവൻ എത്രമാത്രം പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. അവന് നീ എങ്ങനെ ഫേസ് ചെയ്യും? പ്രതീക്ഷകൾ പലർക്കും പലതായിരിക്കും. അത് പലപ്പോഴും മാറാം. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ. എനിക്ക് അയാളെ ഫേസ് ചെയ്യണമെന്നില്ല. കടപ്പാടിൻ്റെ പേരിലാണെങ്കിൽ കട എത്രയെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കാം. മനുഷ്യർക്ക് ഒരു ജീവിതമേ ഉള്ളൂ. എൻ്റെ കാര്യവും നിലപാടും ഞാൻ പറഞ്ഞു. എനിക്ക് എത്രയും പെട്ടെന്ന് സന്ദീപിനെ കല്യാണം കഴിച്ചിരിക്കുക. ചേച്ചിയുടെ ഈ കടമ്പിടുത്തവും ധൈര്യസമേതമുള്ള തീരുമാനമൊക്കെ കണ്ടപ്പോൾ ചേച്ചി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണെന്ന് വൈശാഖിക്ക് തോന്നി. അമ്മേ, വേറൊരുത്തൻ്റെ ഗർഭം ചുമക്കുന്നവളെ ഇനി എന്തിനും നമ്മുടെ ഹരിയേട്ടൻ്റെ തലയിൽ കെട്ടിവെക്കണം. എത്രയും പെട്ടെന്ന് അത് നടത്തി കൊടുക്കുക. അങ്ങനെ പറഞ്ഞ് വൈശാഖി ചേച്ചിയുടെ നേരെ തിരിഞ്ഞു. ഹരിയേട്ടൻ വരുമ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊന്നും ശരിയാക്കാം. ചേച്ചി സന്ദീപായിട്ടുള്ള കല്യാണത്തിന് ഒരുക്കോ. 100 മിസ്ഡ് കോൾ കണ്ട ശേഷം പിന്നീട് തിരിച്ചു വിളിച്ച ഹരിയുടെ ഒരു കോൾ പോലും ശ്രാവണ എടുത്തില്ല. അന്ന് കോൾ എടുക്കാത്തതിന്റെ വാശിയായിരിക്കുന്ന കരുതി പിന്നെ അവനത്ര കാര്യമാക്കിയില്ല. കോളേജിലെത്തിയ ശ്രാവണ സന്ദീപിനോട് താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അവൻ നിന്ന് വിയർത്തു. ശ്രാവണയുടെ അബോർഷൻ നിർദ്ദേശിക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. തുടർന്ന് കല്യാണം കഴിക്കാൻ അവന് മാനസികമായി തയ്യാറായി. അവന്റെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് കല്യാണത്തിലുള്ള ഏർപ്പാടുണ്ടാക്കാൻ തീരുമാനിച്ചു. 90 ദിവസം നീണ്ടുന്ന അന്താരാഷ്ട്ര നാടകോത്സവം കഴിഞ്ഞ് ഹരി നാട്ടിലെത്തി. ഹരിയെ ഭയന്ന് ശ്രാവണ കഥകടച്ചിരിപ്പായി. ശ്രാവണയുടെ അമ്മയും വൈശാഖിയും കൂടി ശ്രാവണിക്ക് ഇപ്പോൾ സംഭവിച്ച മാറ്റങ്ങളും അവളുടെ പുതിയ തീരുമാനങ്ങളും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും പറഞ്ഞപ്പോൾ സത്യത്തിലായിരിക്കും താൻ നിൽക്കുന്നിടം പിളർന്നു പോകുന്ന പോലെ തോന്നി. എല്ലാം കേട്ടിട്ട് അവനൊന്നും മിണ്ടിയില്ല. ഒരു മരവിപ്പ് അവനിൽ പടർന്നു. അവൻ്റെ മുഖത്തും ചുണ്ടത്തും കരിവാളിപ്പ് മാത്രമായിരുന്നു. ഒടുവിൽ വൈശാഖി ആശ്വസിപ്പിച്ചു. ഹരിയേട്ടൻ ഒന്നും സംഭവിക്കാത്ത പോലെ ഇത് നടത്തി കൊടുക്കണം. ജീവിതത്തിൽ ഹരിയേട്ടനൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന് മനസ്സിലാക്കണം. എന്തെങ്കിലും നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാനതിന് പകരം തരും. ഇത് വൈശാഖിയുടെ വാക്കാ. കല്യാണി എന്ന എൻ്റെ ഈ പെറ്റമ്മയുടെ മുമ്പിലിരുന്ന് ഞാൻ തരുന്ന വാക്ക്. അപ്പോൾ ഹരി ഒന്നും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ശ്രാവണയുടെ മൊബൈലിലേക്ക് അവനൊരു മെസ്സേജ് അയച്ചു. ശ്രാവണ സങ്കടപ്പെടണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. നീ അവനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിക്കോളൂ. ആൾക്കത് വായിച്ചപ്പോൾ സന്തോഷമായി. കഥ കടച്ചിരുന്ന അവൾ വെളിയിൽ വന്നു. താങ്ക്സ്. നെടുനാൾ എന്നെ ബാധിച്ച ആ ബാധ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. അത് കേട്ട് വൈശാഖി ഞെട്ടി. എങ്ങനെ ചേച്ചിക്ക് ഇത് പറയാൻ സാധിക്കുന്നു? ഇതുപോലെ മാറാൻ കഴിയുന്നു? തുടർന്നൊരു മുഹൂർത്തത്തിൽ അവരുടെ വിവാഹം ഹരിയുടെ നേതൃത്വത്തിൽ അമ്മയും വൈശാഖിയൊക്കെ ചേർന്ന് നടത്തിക്കൊടുത്തു. സന്ദീപിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുക്കാൻ. ആ സന്ദർഭങ്ങളിലൊക്കെ ഒരു ചെറിയ പുഞ്ചിരിയല്ലാതെ ഹരിയുടെ മുഖത്ത് വേറൊന്നും ഉണ്ടായില്ല. സന്ദീപിന്റെ കൂടെ മനസ്സിൽ ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടിയ സന്തോഷത്തിലായിരുന്നു ശ്രാവണ. അപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഗർഭലക്ഷണങ്ങളൊന്നും ശരീരത്തിൽ പ്രകടമാക്കാത്തതുകൊണ്ട് സന്ദീപ് ചോദിച്ചു, എവിടെ നമ്മുടെ കുഞ്ഞ്? നിനക്ക് വയറൊന്നും കാണുന്നില്ലല്ലോ. സന്ദീപ്, അന്ന് നമ്മൾ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ പിൽസ് കഴിച്ചിരുന്നു. നിന്നോടത് ഞാൻ പറഞ്ഞില്ല. ഒരു വലിയ മഹാസ്നേഹത്തെ കളഞ്ഞ് നിന്റെ സ്നേഹത്തെ പുറകെ ഞാൻ വരുമ്പോൾ അതിൽ ആത്മാർത്ഥയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നാടൻ കളിച്ച്. ഞാൻ ഗർഭിണിയായിരുന്നില്ല സത്യത്തിൽ. വീട്ടുകാരുടെ മുമ്പിലും ആ ഒരു കോൺഫിഡൻറ്റോടുകൂടിയാണ് ഞാൻ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ്. നിന്റെ സ്നേഹം സത്യമാണെങ്കിൽ പിന്നെ എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. 2 തോളിൽ കാല് വെച്ച അനുഭവം ഉണ്ടായിരുന്നു കരുതിയാ ഞാൻ അങ്ങനെ ചെയ്ത്. മനസ്സിലായോ? ഓക്കെ, നീ ആളുകൊള്ളാം ശ്രാവണ. തുടർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ശ്രാവണ സന്ദീപിനെയും കൂട്ടി അമ്മയുടെ വീട്ടിൽ വന്നു. അമ്മയും വൈശാഖി അവരെ സൽക്കരിച്ചിരുത്തി ഭക്ഷണമൊക്കെ നൽകി. സന്ദീപ് അല്പം മാറിയുന്ന അവസരത്തിൽ അമ്മയും വൈശാഖിയും ശ്രാവണയോട് ചോദിച്ചു, എവിടെ? നിനക്ക് വയറൊന്നും കാണുന്നില്ലല്ലോ മോളെ. മാസം ഇത് 3ഓ മറ്റോ ആയില്ലേ? പക്ഷെ അവരോട് താൻ നാടൻ കളിച്ചാണെന്ന് പറഞ്ഞാൽ ചള്ളൊക്കെ കിട്ടും. അതുകൊണ്ട് വേറെ കള്ളം കൂടി പറഞ്ഞു. സന്ദീപിന് ഇപ്പോൾ കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് അബോർട്ട് ചെയ്തു. എൻ്റെ ഈശ്വര, എന്തൊക്കെ ഈ കുട്ടി സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നത്? ആ അമ്മ പരിഭവിച്ച് തലക്ക് കൈവച്ചു പോയി. അന്ന് വൈകിട്ട് തിരിച്ചു പോകും വരെ ഒരു പ്രാവശ്യം പോലും അവൾ ഹരിയെക്കുറിച്ച് അന്വേഷിച്ചില്ല. ദിവസങ്ങൾ കടന്നുപോയി. അന്ന് ഫ്ലാറ്റിൽ നിന്ന് കോളേജിലേക്ക് പോകാൻ ഒരുങ്ങവേ അമ്മയുടെ ഫോൺ കോൾ വന്ന് ശ്രാവണിക്ക്. മോളെ, നമ്മുടെ വൈശാഖിക്ക് കല്യാണമുണ്ട്. നല്ല പയ്യനാ വരൻ. ആണോ? എവിടെയാ? എന്താ ജോലി? അതൊക്കെ സർപ്രൈസാ. കാരണം അവൾ തന്നെ അവളുടെ ചെക്കനെ കണ്ടുപിടിച്ചതാ, നിന്നെ പോലെ തന്നെ. അതേതായാലും നന്നായി. മനസ്സിന് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സ്വന്തമായിട്ട് ജീവിക്കുന്നത് നല്ലതാ. അമ്മ ഒരുക്കങ്ങളായിക്കോ. കാശ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ തരാം. ഇപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ഈ കല്യാണത്തിന് അധികം ചെലവൊന്നുമില്ല.
വളരെ ചെറിയൊരു ചടങ്ങ്, അത്ര മതിയെന്ന് അവൾ പറഞ്ഞിരുന്നു. അതെന്താ അമ്മ എങ്ങനെ? ഒക്കെ അവളുടെ ഇഷ്ടം. എന്തായാലും ഡേറ്റ് ആകുമ്പോൾ മോളെ വിളിച്ച് അറിയിക്കാം. സന്ദീപിനെ കൂട്ടി വന്നേക്കണം കേട്ടോ. ശ്രാവണിക്ക് വല്ലാത്ത കുറച്ചിലായി തോന്നി. അനിത്യ അവളുടെ ഇഷ്ടം പോലെ കല്യാണം കഴിക്കുന്നു. പൊന്നും പാവനും പണവൊന്നും വേണ്ടത്രേ. അത്രക്കും കേമനാണോ പയ്യൻ? അതാരാ? അന്ന് രാത്രി ഫ്രഷ് റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ശ്രാവണ കണ്ട കാഴ്ച അവൾ അടിമുടി ഞെട്ടിക്കുന്നതായിരുന്നു. സിറിഞ്ച് ഉപയോഗിച്ച് കൈത്തണ്ടയുടെ ഞരമ്പിലെന്തോ കുത്തിവെക്കുന്ന സന്ദീപ്. സന്ദീപ്, എന്താ ഇത്? അവൾ ഓടിച്ചെന്ന് അവൻ ഉപയോഗിച്ച് വലിച്ചെറിയ മരുന്ന് ട്യൂബ് പരിശോധിച്ചു. ഈശ്വര, മയക്കുമരുന്ന്! സന്ദീപ് പറയൂ, നിനക്കിതിന്റെ ഉപയോഗമുണ്ടോ? നീ ഇത് ഉപയോഗിക്കുന്നവനാണോ? നീ മയക്കുമരുന്ന് അടിമയാണോ? വല്ലാത്ത മുഖഭാഗത്തോടെ അവന്റെ ചിരി അവൾ കണ്ടു. ഇതൊക്കെ റൊമാൻസിന്റെ ചിരി എന്നായിരുന്നു അവൾ ആദ്യം കരുതിയിരുന്നത്. വേസ്റ്റ് ബോക്സിലും അതുപോലെ വീടിന്റെ പരിസരത്ത് പലയിടത്തും അതുമാതിരിയുള്ള ട്യൂബുകൾ വലിച്ചെറിഞ്ഞിരിക്കുന്ന അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈശ്വര, താൻ ചതിക്കപ്പെട്ടിരിക്കുന്നു. അക്കരെ പച്ച തേടി കൈയുള്ള നല്ല ചെറുപ്പക്കാരനെ വിട്ടിട്ട് പണത്തിന്റെ അഹങ്കാരത്തിൽ താൻ എല്ലാം മറന്നു. ഗ്രാമത്തിന്റെ പരിശുദ്ധി നരുമലിയുള്ള നിഷ്കളങ്കനായ ഹരിയേട്ടൻ എന്ന യുവാവിനെ താൻ അറിയാതെ പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഫ്ലാറ്റിൽ തന്റെ ബെഡിൽ നിന്ന് കണ്ണീർ വാർത്തു. സന്ദീപിനെ വിട്ടിട്ട് പോയാൽ ഏത് നിമിഷവും തന്നെ ഹരിയേട്ടൻ സ്വീകരിക്കും. ആ മനസ്സ് അത്രയ്ക്കും പാവമാണ്. എല്ലാം ഏറ്റു പറഞ്ഞാൽ തീർച്ചയായും തന്നോട് ക്ഷമിക്കും. കോളേജിൽ പോകുമ്പോഴും സന്ദീപ് മയക്കുമരുന്ന് ഉപയോഗിച്ചാണ് പോകുന്നതെന്ന് സത്യം അവൾ മനസ്സിലാക്കി. അവന്റെ ഉന്മേഷവും മറ്റും അതിലാണ്. അതില്ലാണ്ടായാൽ വെള്ളം നനഞ്ഞ കോഴിയെപ്പോലെ തൂങ്ങിയിരിക്കും. സന്ദീപിന് മനസ്സിലാക്കി 2 ദിവസം അവനോടത്ത് കോളേജിൽ പോകുമ്പോൾ അവൾക്ക് തന്നോട് തന്നെ പുച്ഛവും അറപ്പും തോന്നിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയുടെ കോള് വീണ്ടും ശ്രാവണിയുടെ ഫോണിലേക്ക് വന്നു. മോളെ, ഈ ശനിയാഴ്ച, അതായത് മറ്റന്നാൾ തളിയിലമ്പലത്തിൽ വെച്ച് വൈശാഖി മോളുടെ കല്യാണമാണ് കേട്ടോ. സന്ദീപിനെയും കൂട്ടി വന്നേക്കണേ. അന്ന് ശനിയാഴ്ചയായിരുന്നു. സന്ദീപും ശ്രാവണി ആ കല്യാണം കൂടാൻ തളിക്ഷേത്രത്തിലേക്ക് പോയി. അവിടുത്തെ പൂജാരി വധുവരന്മാർക്ക് പരസ്പരം അണിയാനുള്ള പൂജിച്ച മാലയെടുത്ത് കൊണ്ടുവന്ന് അവരുടെ കൈകളിൽ കൊടുത്തു. ഇനി ചെറുക്കനും പെണ്ണും പരസ്പരം മാലയിട്ടാട്ടെ. ട്രാഫിക് ജാം മൂലം ശ്രാവണിയും സന്ദീപ് അപ്പോഴാണ് അവിടെ എത്തിയത്. ശ്രാവണ ക്ഷേത്ര നടയിലേക്ക് നോക്കി. തന്റെ സഹോദരി വൈശാഖി മാലയിടാൻ ഒരുങ്ങിയാണ്. അവൾ കണ്ടെത്തിയ വരന്റെ കഴുത്തിലേക്ക് ഉയർന്നു വന്ന വിവാഹ മംഗളമന്ത്രധ്വനിയുടെ അകമ്പടിയോടുകൂടി അവൾ ആ കഴുത്തിലേക്ക് മാലയിട്ടു. അതെ, അവൾ ആ മാലയിട്ട് തന്റെ ഹരിയേട്ടന്റെ കഴുത്തിലേക്കായിരുന്നു. അവൾ മാലയിട്ടത് അവൾ കണ്ടെത്തിയ വരന്റെ കഴുത്തിലേക്കായിരുന്നു. ഒരു ഞെട്ടലോടെ വിതുമ്പിലോടെ അല്ലാതെ അവൾക്ക് നോക്കി നിൽക്കാനായില്ല. തന്നെ നോക്കിയൊരു യുദ്ധം ജയിച്ച ഭാഗത്ത് നിൽക്കുന്ന അമ്മയെ അവൾ കണ്ടു. ആ കണ്ണിൽ തന്നെയുള്ള പ്രതികാരം ചെയ്തതിന്റെ ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. കല്യാണി അമ്മയുടെ ചുണ്ടിൽ ഒരു ആത്മസംതൃപ്തിയുടെ പുഞ്ചിരി വിടർന്നു. ധർമ്മം പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും ചുണ്ടിൽ വിരിയുന്ന അതേ പുഞ്ചിരി. ശ്രാവണിക്ക് ഭൂമി തലകീഴ്മേൽ മറിയുന്ന പോലെ തോന്നി. വീഴാതിരിക്കാൻ അവൾ ക്ഷേത്രത്തിന്റെ തൂണ് പിടിച്ചു. എന്തുപറ്റി? സന്ദീപ് അവളോട് ചോദിച്ചു. അവൾ എന്റെ അനുജത്തി വൈശാഖി. അവൾ ഹരിയേട്ടനെയെ കല്യാണം കഴിച്ച്. അതിനെന്താ, ചേട്ടത്തി തേച്ച ചെക്കൻ അനിയത്തി വിവാഹം കഴിച്ചു. അതല്ലേ ഇന്നത്തെ മുഹൂർത്തത്തിന് പറ്റിയ ക്യാപ്ഷൻ. അതുകൊണ്ട് സന്ദീപ് പൊട്ടിച്ചിരിച്ചു പോയി. അവൻ നിർത്താൻ നിരന്തരം പൊട്ടിച്ചിരിച്ചു. അവന്റെ പൊട്ടിച്ചിരി വെച്ച ആ ക്ഷേത്രമാകെ മുഴങ്ങി. ചേട്ടത്തി തേച്ച ചെക്കൻ അനിയത്തി വിവാഹം കഴിച്ചു. ഈശ്വര, ഈ മയക്കുമരുന്നടിക്ക് നട്ടപ്രാന്തിന് വേണ്ടിയാണല്ലോ താൻ തന്റെ പൊന്നുപോള്ള അരിയേട്ടനെ ഉപേക്ഷിച്ച്. അവൾ വേഗം അവന്റെ കൈ പിടിച്ച് കാർണരിയിലേക്ക് നടന്നു. അപ്പോഴും സന്ദീപിന്റെ പൊട്ടിച്ചിരിയലകൾ ആ അന്തരീക്ഷമാകെ നിറഞ്ഞു.